എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ടൈപ്പോഗ്രാഫി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ് ചന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് വാച്ചാത്തി എന്നൊരു ലെറ്ററാണ്. കണ്ണൂർ SNG കോളേജ് മാഗസിൻ കവറിന് വേണ്ടിയാണ് ഞാൻ ഈ ലെറ്റർ ചെയ്തത്. സാധാരണ ഞാൻ ടൈപ്പോഗ്രാഫികൾ വളരെയേറെ ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ ടൈപ്പോ ചെയ്യുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെയും എന്റെ കാതുകളിൽ മുഴങ്ങിയത് കൊടിയ പീഡനങ്ങളുടെ ക്രൂരതയിൽ അമരുന്ന കൂട്ട നിലവിളികൾ മാത്രമായിരുന്നു. എന്താണ് വാച്ചാത്തി കൂട്ടബലാത്സംഗ കേസ്? വീരപ്പൻ വേട്ടയുടെ മറവിൽ പോലീസും വനംവകുപ്പും നടത്തിയ നരനായാട്ടിന്റെ ചരിത്രം. വർഷം 1990. 184ഓളം മനുഷ്യരെ കൊലപ്പെടുത്തിയ തമിഴ്നാട് കർണാടക സർക്കാരിന് തീരാ തലവേദന സൃഷ്ടിച്ച, തലക്ക് കോടികൾ വില പറഞ്ഞ വീരപ്പനെന്ന കൊടും കുറ്റവാളിയെ അധികൃതർ അന്വേഷിച്ചിരുന്ന സമയം. ഗ്രാമഗ്രാമാന്തരങ്ങളും കാടുകളും മേടുകളും വീടുകളും കയറിയിറങ്ങി തിരയുന്ന സമയം. അധികൃതർ വാച്ചാത്തിയിലുമെത്തി. ചന്ദനത്തടി മുറിച്ചു കടത്തുന്നതായും കൊടുകുറ്റവാളിയായ വീരപ്പനെ സഹായിക്കുന്നതായും ആരോപിക്കുന്നു. അതവിടെ ഒരു ചെറിയ സംഘർഷത്തിന് തുടക്കമിടുന്നു. ആ സംഘർഷത്തിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്നു. അവിടെ നിന്ന് മടങ്ങിപ്പോയ അധികൃതർ ഒരു വലിയ സംഘമായി തിരിച്ചെത്തുന്നു. അവർ റെയ്ഡിനായാണ് അവിടെ എത്തിച്ചേർന്നത്. എന്നാൽ അവിടെ റെയ്ഡ് നടത്തി അക്ഷരാർത്ഥത്തിൽ നരനായാട്ടാണ് ആ ഗ്രാമത്തിലാകെ അഴിച്ചുവിട്ടത്. 18ഓളം സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി. പ്രായമായവരെ വരെ മൃഗീയ പീഡനത്തിനിരയാക്കി. 154ഓളം വീടുകളാണ് അവർ കത്തിച്ച് വെണ്ണീറാക്കിയത്. ജീവൻ ഭയന്ന് ഗ്രാമവാസികൾ കാടുകയറി. കാടുകളിൽ അഭയം പ്രാപിച്ചു. ഗ്രാമവാസികൾ കാട് കയറിയപ്പോൾ അവരുടെ വളർത്തുമൃഗങ്ങളെ ഉദ്യോഗസ്ഥർ ചുട്ടുതിന്ന് 2 ദിവസത്തോളമാണ് ആനന്ദ നൃത്തമാടിയത്. ഇത്രയും വലിയ ക്രൂരത നടന്നിട്ടും പുറലോകം അറിഞ്ഞില്ല. കാടുകളിൽ അഭയം പ്രാപിച്ചവരിൽ ബാക്കി വന്ന 133ഓളം പേരെ കള്ളക്കേസുകളിൽ ജയിലിലടക്കുകയും ചെയ്തു. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചിറ്റേരിമലയുടെ താഴ്വരകളിൽ മലയായി വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ പാർക്കുന്ന വാച്ചാത്തി എന്ന ഗ്രാമം ശ്മശാന സമാനമായി മാറി. പോലീസ് ക്രൂരതയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവർ സീതേരിക്കുന്നിൽ അഭയം പ്രാപിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭീതിജനകമായ നാളുകളിലൂടെയാണ് അവർ കടന്നുപോയത്. ആരോട് പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാത്ത ദിവസങ്ങൾ. ഇന്നും വാച്ചാത്തിയിലെ ജനങ്ങളോട് നമ്മൾ ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയല്ലാതെ അവർ ഒരു മറുപടിയും നമുക്ക് തരില്ല. അത്രക്കുണ്ടായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടത്തിയ ക്രൂര പീഡനങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ. ഇവിടെ കാണേണ്ടുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഈ വലിയൊരു പ്രശ്നത്തെ പുറം ലോകം എത്തിച്ചതിൻ്റെയും അവർക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെയും നീതി ലഭ്യമാക്കാൻ അവസാനം വരെ അവരോടുകൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ചാണ്. സീതേരിക്കുന്നിൽ അഭയം പ്രാപിച്ചവർ തങ്ങൾക്ക് ആ നാട്ടിൽ വിശ്വസ്തരായ ചിലരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി ചെന്നു. ആ നാട്ടിലെ ഏറ്റവും വിശ്വസ്തരായ രാഷ്ട്രീയ പാർട്ടിയിലെ ചിലരെയാണ് കാണാൻ വേണ്ടി ചെന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPIM. സഖാവ് കൃഷ്ണമൂർത്തി, അണ്ണാമല MLA തുടങ്ങി കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വാച്ചാത്തി സന്ദർശിക്കുന്നു. അവിടെ നടന്ന കൊടിയ പീഡനങ്ങളുടെ ക്രൂരത ലോകത്തോടവർ വിളിച്ചു പറഞ്ഞു. നീതി ലഭിക്കണമെന്ന അഭ്യർത്ഥനയായിരുന്നില്ല അവർ നടത്തിയത്. നീതി ലഭിക്കും വരെയുള്ള പോരാട്ടങ്ങൾ തുടരുമെന്നുള്ള വെല്ലുവിളിയായിരുന്നു CPIM അന്ന് നടത്തിയത്. അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയായിരുന്നു. കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ നടത്തി.
മദ്രാസ് ഹൈക്കോടതിയിൽ CPIM നൽകിയ ഹർജിയിന്മേൽ കേസ് CBI ഏറ്റെടുക്കുകയും സംഭവം നടന്ന് ഏതാണ്ട് 20 വർഷത്തിന് ശേഷം 2011 ജൂണിൽ 155 വനപാലകരും 108 പോലീസുകാരും 6 റവന്യൂ ഉദ്യോഗസ്ഥരും ട്രൈബൽ കോടതി ശിക്ഷ വിധിച്ചു. വിചാരണക്കിടെ 54 പ്രതികൾ മരണപ്പെട്ടു. ബാക്കി 215 പ്രതികൾക്ക് 1 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ വിധിച്ചു. ഇരകൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഈ തുക പ്രതികളിൽ നിന്ന് തന്നെ ഈടാക്കാനുമായിരുന്നു വിധി. ഒരു ജനാധിപത്യ ഭരണകൂടം നടത്തിയ മനുഷ്യാവകാശ ലംഘനത്തിന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് നീതി ലഭിക്കുകയുണ്ടായത്.